സമഗ്ര ശിക്ഷ കേരളയ്ക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നൽകുവാനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷത്തോളമായി സമഗ്ര ശിക്ഷയ്ക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 2025 നവംബർ മാസത്തിലാണ് ഫണ്ട് ലഭ്യമായത്. 2025-26 വർഷത്തിൽ അനുവദിച്ചിട്ടുള്ള 456 കോടി രൂപയിൽ ഒന്നാം ഗഡുവായ 92 കോടി 41 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള ഫണ്ടും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ടും അടിയന്തരമായി അനുവദിക്കാൻ കേന്ദ്രത്തിന് പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. 2023-24 മുതൽ ഈ ഇനത്തിൽ മാത്രം 440 കോടി 87 ലക്ഷം രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട്. രണ്ടായിരത്തി 23-24 വർഷത്തെ മൂന്നാം ഗഡു മുതൽ 2025-26 ഉൾപ്പെടെ ആകെ 1158 കോടി രൂപയാണ് സംസ്ഥാനത്തിന് മൊത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുവാനുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഫണ്ട് കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം, പാഠപുസ്തകം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ചിലവുകൾ, ഈ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായുള്ള യാത്രാനുകൂല്യങ്ങൾ, അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെയും ഔട്ട് ഓഫ് സ്കൂൾ കുട്ടികളുടെയും പരിശീലനം, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ചിലവുകൾ, സ്കൂൾ മെയിൻ്റനൻസ് എന്നിവയുടെ കേന്ദ്ര വിഹിതമാണ് സംസ്ഥാനത്തിന് നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്. കൂടാതെ സമഗ്ര ശിക്ഷയുടെ ഭാഗമായി സംസ്ഥാനത്ത് 169 ഓട്ടിസം സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ സെൻ്ററിലും ശരാശരി 60 കുട്ടികൾ വീതം സേവനം ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ സൗജന്യമാണ്. പ്രത്യേക പരിശീലനം ലഭിച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും ആയമാരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നിലവിൽ അധ്യാപകർ ഉൾപ്പെടെ 6870 ജീവനക്കാർക്ക് SSKയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭിക്കാതിരുന്ന കഴിഞ്ഞ 2.5 വർഷവും പദ്ധതി പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ ശമ്പളത്തിനുമായുള്ള പണം മുടങ്ങാതെ നൽകിയത് സംസ്ഥാന സർക്കാരാണ്. ഈ ഫണ്ട് ഈ നിലയിൽ തടഞ്ഞു വയ്ക്കുന്ന കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വവും കേരള സംസ്ഥാനത്തു നിന്നുള്ള സഹമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെടുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് ഈ വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാതെ ഇരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേരള സംസ്ഥാനത്ത് നിന്ന് ഉള്ള കേന്ദ്ര സഹമന്ത്രിമാരും BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനും മറുപടി പറയണം എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്.